ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ അവസ്ഥ എന്തോ അതാണ് നിന്റെ യഥാർത്ഥമായിരിക്കുന്ന അനുഭവം. അപ്പോൾ നിന്റെ വെല്ലുവിളി എവിടെ പോകുന്നു? അപ്പോൾ നിന്റെ ഉന്നതഭാവം എവിടെ പോകുന്നു? കൂട്ടുകാരോട് കൂടെ പറഞ്ഞു ചേരിച്ച കളിതമാശകൾ എവിടെ പോകുന്നു? എല്ലാവരുടെയും ഹൃദയം കണ്ണുനീര് കൊണ്ട് നിറഞ്ഞൊഴുകിയാണ് പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? നിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആകത്തുക ആ ഏകാന്തതയാണ്. എന്നാൽ ഏകാന്തതയിൽ സന്തോഷിപ്പാൻ നിങ്ങൾക്ക് കഴിയത്തില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. ഈ ലോകത്തിൽ നമ്മൾ ഒന്നും നേടിയിട്ടില്ല. ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരു ബഹുസമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ സുവിശേഷം അറിയിച്ചു. അദ്ദേഹം ഒരു മർത്തോമാ സഭാ വിശ്വാസിയാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കാറിയുണ്ട്. അദ്ദേഹത്തിന് ഏക മകനേ ഉള്ളൂ. കോടാനുകോടി രൂപയുടെ സ്വത്തുണ്ട്. എന്നോട് തന്നെ പറഞ്ഞു 100 കോടി രൂപയിൽ അധികമായിരിക്കും സ്വത്തുണ്ട്. എത്ര തിട്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നോക്കിക്കേ, ഈ ശതകോടീശ്വരനാണ്, ഏക മകനേ ഉള്ളൂ. പക്ഷെ ഈ അപ്പൻ ഉറങ്ങാൻ നേരം എന്താ അറിയാമോ? നമ്മളൊക്കെ എന്താണ് പലപ്പോഴും നമ്മുടെ വീട്ടിൽ കഥകിന് കുറ്റിയിടാതെ കിടക്കുന്നത്. പക്ഷെ ഇദ്ദേഹം 3 ഓടാമ്പല വെച്ചിരിക്കുന്നത്. മകൻ എപ്പോഴാണ് അകത്തേട്ട് കയറി വന്ന് തന്നെ വെട്ടിക്കൊല്ലുന്നുള്ള ഭയം. മകൻ അതിനേക്കാളും ഭയം. മകൻ ഒരു ദിവസം കരം കാണിച്ചിട്ട് പറഞ്ഞു, എന്റെ അപ്പൻ എന്നെ വെട്ടിയതാ, കഴുത്തിന് വെട്ടിയതാ, ഞാൻ എന്റെ കരം കൊണ്ട് തടഞ്ഞതുകൊണ്ട് വെട്ട് കയ്യലായി പോയിന്ന്. പ്രിയപ്പെട്ട 100 കോടി രൂപ ഉണ്ടായിട്ട് ആ വീട്ടിൽ എന്താ സമാധാനം? അവിടെ വെള്ളമല്ല കുടിക്കുന്നത്, കള്ളാണ് അപ്പനും മകനും കുടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം മരിച്ചടക്കപ്പെട്ടു പോയി. പ്രിയപ്പെട്ട ഒന്നും നേടാതെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ധനവാനായിരിക്കുന്ന മനുഷ്യനോട് സുവിശേഷം പറയുന്നത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ നിങ്ങൾ വിചാരിക്കട ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടുമാണോ? എന്റെ പ്രിയപ്പെട്ട ക്രിസ്തീയ മതവിശ്വാസികൾക്കും ക്രിസ്തു ആരെന്ന് അറിയത്തില്ല. ഞാൻ അദ്ദേഹത്തോട് പോയി സുവിശേഷം പറയാൻ പോയി. അദ്ദേഹം എന്താണ് ഉന്നതമായിരിക്കുന്ന ഭാവത്തിൽ രാജാവിനെ പോലെ അദ്ദേഹത്തിന്റെ ബഹുത്തായിരിക്കുന്ന ആ ഭയങ്കരമായിരിക്കുന്ന മാളികളുടെ നടുവിൽ ഒരു മുറിയിലിരിക്കുമ്പോഴാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ അറിയാമോ? പിന്നെ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആട്ടെ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചിട്ട്, അച്ചായ പേര് ഞാൻ പറയത്തില്ല, അച്ചായ ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും ലോകത്തിൽ നേടിയെന്ന് ചോദിച്ചു. നോക്കിയാൽ 100 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞവനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ ചോദിച്ചു. അച്ഛൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഉത്തരം ഞാൻ തന്നെ പറയാം, ഒന്നും നേടിയിട്ടില്ല. പ്രിയപ്പെട്ട ഒരു ദിവസം പോലും ഹൃദയ സമാധാനത്തോട് ഉറങ്ങുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു രാത്രി പോലും സമാധാനത്തോട് ഉറങ്ങുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട സമ്പത്തല്ല നമ്മളെ നയിക്കുന്നത്, ദൈവ സാന്നിധ്യമാണ്. ആ മനുഷ്യൻ തന്നെത്താൻ താഴ്ത്തി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിരുന്നില്ലേ, തന്റെ ജീവിതം കൊണ്ട് എന്താണ് ആ ഭാഗ്യമുണ്ടാക്കുമായിരുന്നു. തന്റെ ജീവിതത്തിൽ എന്താണ് ലാഭം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം മാനസാന്തരപ്പെടാതെ കടന്നുപോയി.